الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وفي قلوب الحاضرين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. جاء رجل إلى النبي صلى الله عليه وسلم وسأله متى الساعة يا رسول الله؟ قال ما أعددت لها؟ قال ما أعددت لها من كثير صلاة ولا صوم ولا صدقة ولكني أحب الله ورسوله. قال أنت مع من أحببت أو كما قال شفيعنا رسول الله. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹു റബ്ബുൽ ആലമീനെ ശേഷിക്കുന്ന ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും പരിപൂർണമായി വഴിപ്പെട്ട് ഇതാഴത്ത് ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള പ്രതിസന്ധികൾ, സംഘർഷാവസ്ഥകൾ, വിഷമാവസ്ഥകൾ ഒക്കെയും അള്ളാഹു ദീനിയായി ഹൈറായ രൂപത്തിൽ പരിവർത്തിപ്പിച്ചു തരുമാറാകട്ടെ. പടച്ച റബ്ബിനെ അനുസരിച്ച് മാത്രം ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാകട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യാസന്താനങ്ങൾ, വേണ്ടപ്പെട്ടവർ, അവരെവിടെയെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നെങ്കിലും അവരുടെ എല്ലാവരുടെയും ഖബറിടങ്ങളെ അള്ളാഹു സ്വർഗത്തിൻ്റെ താഴ്വരകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മയും എല്ലാവരെയും അള്ളാഹുവിൻ്റെ കമനീയമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ സ്മരണകളും ഓർമ്മകളും ഏറെ ചടുലമായി ചർച്ച ചെയ്യപ്പെട്ടു പോയ ആഴ്ചകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായി കടന്നു വന്ന റബീഉൽ അവ്വലിന്റെ മാസം നമ്മിലൂടെ വന്നു പോകുമ്പോൾ ആ റബീഉൽ അവ്വൽ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്ത് എന്ന് തിരിച്ചറിയുകയും ആ റബീഉൽ അവ്വൽ ലോകത്തോട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതിനെ പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് റബീഉൽ അവ്വലിനെ, റസൂലിനെ സ്നേഹിക്കുന്ന ആളുകൾ അറിയേണ്ടതും പഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായ കാര്യം. ഓരോ റബീഉൽ അവ്വലുകളും ഓരോ റമദാനുകളും ഓരോ ദുൽഹജ്ജകളും മുസ്ലിം ലോകത്തോട് കുറെ സന്ദേശങ്ങൾ, കുറെ ഓർമ്മപ്പെടുത്തലുകൾ നൽകിക്കൊണ്ടാണ് കടന്നു പോവുക. അത് വിശ്വാസിയോട് പറയുന്നത് റസൂൽ ഒരു കേവലം ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു ആഘോഷ പുരുഷൻ, ഒരു ആഹ്ലാദ പുരുഷൻ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഘോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അപ്പുറം ഒരുപാട് പഠിക്കാനും പിൻപറ്റുവാനും ഒരുപാട് സാമൂഹിക മാതൃകൾ ഉൾക്കൊള്ളുന്ന ചരിത്രത്തിലെ തുല്യതയില്ലാത്ത മാന്യതയുടെ മകുടോദാഹരണമാണ്. ആ റസൂലിന്റെ അനുയായികളായി ആ റസൂലിന്റെ ഉമ്മത്തിൽപ്പെടുവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി എന്നത് ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്നായി നമ്മൾ കാണണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനം വരെ വന്ന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള പ്രവാചകന്മാരും അവരുടെ ജനതയും ഖാത്തിമുർ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവരുടെ ജനതയാകുന്ന നമ്മളും
നാളെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ, ആ സമക്ഷത്തിൽ കോടതിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നാം ചെയ്ത നന്മകളുടെ വലിപ്പം എത്രയാണ്, അതിന്റെ ക്വാളിറ്റി എത്രയാണ് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, അപരാധങ്ങൾ, പാപങ്ങൾ നമുക്കറിയാം. എത്രയാണ് നമുക്കവിടെ മാപ്പ് പറയാനും രക്ഷ തേടുവാനും അവസരം കിട്ടുക എന്ന് നമുക്കറിയാം. ആ പ്രത്യേകമായ സാഹചര്യത്തിലാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ശഫാഅത്തുമായി, നമുക്ക് ശുപാർശയുമായി രക്ഷപ്പെടുത്തുവാൻ, അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുവാൻ പടച്ചിറപ്പിന്റെ മുമ്പിലേക്ക് വരിക. എല്ലാ പ്രവാചകന്മാരും സ്വന്തം കാര്യങ്ങൾ നോക്കി ഒഴിഞ്ഞു പോകുമ്പോഴും എന്റെ സമുദായമേ എന്ന് താല്പര്യപൂർവ്വം അവർക്ക് സമാധാനം ഉണ്ടാകുന്നത് വരെ റബ്ബെ എനിക്ക് സമാധാനമില്ല എന്ന് റബ്ബിനോട് പറഞ്ഞ് അവസാനം നമുക്കെല്ലാവർക്കും പടച്ചിറപ്പിന്റെ ഭാഗത്തുനിന്നൊരു വിട്ടുവീഴ്ച കിട്ടുന്നത് വരെയും അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിലായി തന്നെ കഴിഞ്ഞുകൂടുമെന്നെല്ലാം ഹദീസുകളിലൂടെ നമ്മൾ കാണുമ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളുടെ മേൽ വല്ലാത്ത സ്നേഹമുള്ള റസൂൽ, നിങ്ങൾ പിൻപറ്റി കഴിഞ്ഞാൽ അങ്ങേയറ്റം ഉപകാരപ്പെടുന്ന സത്യസന്ദേശവുമായി വന്ന റസൂൽ, ആ റസൂലിന്റെ വഴിയെ തൊട്ട് പോയി എന്തവല്ലോ നിങ്ങൾ തിരിഞ്ഞു നടക്കുകയാണെങ്കിൽ ഫഖുൽ ഹസ്ബി അല്ലാഹ്, നബിയെ അങ്ങ് സമാധാനിക്കുക, അങ്ങ് പറയാ എനിക്കെന്റെ റബ്ബ് മതി, ഞാൻ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, എന്റെ ദൗത്യം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. അത് സ്വീകരിച്ച ആളുകൾക്ക് രക്ഷ, അത് സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവർ അവർ സ്വന്തം കാര്യം സ്വന്തമായി നോക്കിക്കൊള്ളട്ടെ. തഅല്ലമു അനിർ റസൂൽ, റബീഉൽ അവ്വൽ നമ്മിലൂടെ കടന്നു പോകുമ്പോ ആ റബീഉൽ അവ്വൽ ഒരാൾക്കൂട്ടം ഉണ്ടാക്കി, കുറെ ആഘോഷങ്ങൾ നടത്തി, ഇതര മതസ്ഥര് നടത്തുന്നത് പോലെ ഒരു ഉത്സവം പോലത്തെ ഒരു പരിപാടി നടത്തി, കൊട്ടും കുരവയും ശബ്ദമേളങ്ങളും അലങ്കാരങ്ങളും മാത്രമായി ആ റബീഉൽ അവ്വലിനെ യാത്രയാക്കലല്ല നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഉദ്ദേശിച്ചത്, ആഗ്രഹിക്കുന്നത്. പിന്നെയോ റബീഉൽ അവ്വൽ കടന്നു പോകുമ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ജനനമാണ്, ആ പ്രവാചകന്റെ വരവാണ് നമ്മൾ ഓർക്കുന്നതെങ്കിൽ ആദ്യമായ റസൂലിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ നമ്മൾ ഓർക്കേണ്ടത്, സ്മരിക്കേണ്ടത്, നാം ഓർമ്മ പുതുക്കേണ്ടത് തഅല്ലമു അനിർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കണം, ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും അധികം വ്യാപൃതമാകുന്ന, ഏറ്റവും അധികം നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിലെങ്കിലും നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ, എന്റെ പ്രവാചകന്റെ നിലപാട് എന്തായിരുന്നു എന്നെങ്കിലും നമുക്ക് പഠിക്കാൻ കഴിയട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി ചെയ്തു, എന്റെ ഇച്ഛകൾ, എന്റെ താല്പര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിന്റെ ഓരോ വിഷയത്തിലും ഭാഗമാകുന്നത് വരെ അവൻ യഥാർത്ഥ വിശ്വാസിയാകുന്നതല്ല, അവൻ യഥാർത്ഥ മുഅ്മിനാകുന്നതല്ല. അന്ന റബീഅ യുഅല്ലിമുനാ തആലീം, പരിശുദ്ധമായ റബീഉൽ അവ്വൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം നമ്മെ പഠിപ്പിക്കുന്ന കുറെ പാഠങ്ങളിൽ ഒന്നാമത്തേത് ആ പ്രവാചകനെ കൂടുതൽ അടുത്ത് അറിഞ്ഞു പഠിച്ചവരിലേക്ക് അടുക്കുക എന്നതാണ്. രണ്ടാമത്തേത് വഇത്തിബാഉർ റസൂൽ, വഇത്തിബാഉർ റസൂൽ വമഹബ്ബത്തുർ റസൂൽ. രണ്ടാമത് ആ റസൂലിനെ അടുത്ത് കഴിഞ്ഞാൽ, ആ പ്രവാചകരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ റസൂലിനെ സ്നേഹിക്കുക എന്നതാണ്, അടുക്കുവാൻ ആഗ്രഹിക്കുക എന്നതാണ്. മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു തആല അൻഹു മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി വര്യനാണ്. ആ സ്വഹാബിക്ക് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ അവസരം കിട്ടിയില്ല. മഹാനായ സ്വഹാബി വര്യൻ ഒരു രാത്രിയിൽ മദീനത്തെ പള്ളിയിൽ വിശ്രമിക്കുമ്പോ ആരുടെയോ കാൽപെരുമാറ്റം കേൾക്കുന്നു. നോക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതാ കാണുക. എന്തായിരിക്കും ഈ രാത്രിയുടെ ആവശ്യം? പതുക്കെ പുറകെ നടന്നുപോയി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പ്രാഥമിക കൃത്യം നിർവഹിക്കുവാനുള്ള ആവശ്യത്തിലാണ് പോകുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ പോകുമ്പോൾ ആവശ്യമായി വരുന്നത് എന്തെല്ലാം ഉണ്ടോ, എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമോ, എല്ലാവരും ശാന്തമായി ഉറങ്ങുന്നു, എല്ലാവരും സ്വസ്ഥമായി ഉറങ്ങുന്ന മദീന. ആ മദീനയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒറ്റക്കിറങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോ പതുക്കെ പുറകെ നടന്നുപോയി, കുറെ ദൂരം പതുക്കെ നടന്നുപോയി.
അവസാനം റസൂലുള്ളാഹി ആവശ്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്തെത്തി കഴിയുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ മഹാനായ കവി റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ആണ് പുറകിൽ നിൽക്കുക. ചോദിച്ചു, യാ റബീഅ, എന്താ വന്നത്? എന്താ എന്റെ പുറകിൽ വന്ന് നിൽക്കുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, യാ ഹബീബല്ലാഹ്, ഈ രാത്രിയിൽ ഒറ്റക്കിറങ്ങി അങ്ങ് എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കാൻ വന്നതാ. എന്തെങ്കിലും ഈ രാത്രിയിൽ അങ്ങേക്ക് ആവശ്യമുണ്ടോ? ആ ആവശ്യത്തിൽ എന്തെങ്കിലും ഒരു സഹായം എന്നെ കൊണ്ടാകുമോ? എന്താണ് എന്നെ കൊണ്ട് ആവശ്യമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാ. റസൂലുള്ളാഹി തങ്ങളുടെ ആ മൗനത്തിൽ നിന്നും ആവശ്യം മനസ്സിലാക്കി. വെള്ളമാണ് ആവശ്യം, ആവശ്യത്തിന് വെള്ളമാണ് ആവശ്യം. ഉടൻ തന്നെ മഹാനവറുകൾ പോയി വെള്ളം കണ്ടുവന്നു. വെള്ളം കൊണ്ടുവന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. നീ മടങ്ങി പോയിക്കൊള്ളുക. റസൂലുള്ളാഹി പ്രാഥമിക കൃത്യത്തിന് വേണ്ടി പ്രവേശിച്ചു. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ആ ആവശ്യം സാധിക്കുവാൻ റസൂല് പോയതിന്റെ കുറച്ചു മാറി അവിടെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. നല്ല തണുത്ത് വിറയ്ക്കുന്ന രാത്രിയാണ്, നല്ല തണുത്ത് വിറയ്ക്കുന്ന രാത്രിയാണ്. റസൂലുള്ളാഹിയുടെ വരവും കാത്ത് അവിടെ നിൽക്കുന്നു. ഇറങ്ങി വന്നപ്പോൾ വീണ്ടും റബീഅയെ കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, യാ റബീഅ, എന്താ ഇവിടെ തന്നെ നിന്നത്? പോകാൻ പറഞ്ഞിട്ടും ഇവിടെ തന്നെ നിന്നു. മാനവറുകൾ പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നറിയാനാണ് നിന്നത്. എന്തേ അങ്ങനെ നിൽക്കാനുള്ള കാരണം? എന്തേ അങ്ങനെ നിൽക്കാൻ അങ്ങയുടെ മനസ്സ് ചോദിച്ചത്? പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബി, അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗത്തിലെത്തുവാൻ ആഗ്രഹമുണ്ട്. അങ്ങയോടൊപ്പം സ്വർഗത്തിൽ എനിക്കും കഴിയണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അവ ഗൈറ ദാലിക്, ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? പറഞ്ഞു, ഇല്ല നബിയേ, ഹുവദാക്, അത് മാത്രമാണ് എന്റെ ഉദ്ദേശം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം കഴിയണമെന്ന് എന്റെ ആഗ്രഹം മാത്രമാണുള്ളത്, അതിനപ്പുറമൊന്നുമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, എന്നാൽ നീ അധികമായി സുജൂദ് അധികരിപ്പിച്ചോ. പടച്ചവനിലേക്ക് ആ നിയ്യത്തിലായി നീ കൂടുതൽ എടുത്തോ. നബിയോടൊപ്പം എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ റബ്ബേ എന്ന് കരുതിക്കൊണ്ട് നീ കൂടുതലായി അടുത്തുകൊള്ളുക. അള്ളാഹു നിന്നെ എന്നോടൊപ്പം സ്വർഗത്തിൽ എത്തിക്കും എന്നതായിരുന്നു അവിടെ നിന്ന് പറഞ്ഞതിന്റെ ആകത്തുക. അതായിരുന്നു പറഞ്ഞത്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. ഒരിക്കൽ നബിയും സഹാബത്തും ഇങ്ങനെ മദീനയുടെ പ്രാന്തപ്രദേശത്തൂടെ നടന്നു പോവുകയാണ്. അപ്പൊ വഴിക്ക് വെച്ചൊരു അഅറാബിയായ സാധാരണക്കാരനായ മലവാസിയായ ഒരു മനുഷ്യനെ, ആ മനുഷ്യൻ വേഗം ഓടി വന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മത്തസ്സാ, എന്ന ഖിയാമത്ത് നാൾ? ലോകാവസാനത്തിനെ കുറിച്ച് അങ്ങ് പറയുന്നുണ്ടല്ലോ, ഈ ലോകാവസാനം എന്നാണ്, എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചു. നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, മഅദത്തലഹ, അങ്ങനെ ചോദിക്കാനും മാത്രം അതിനുവേണ്ടി നീ എന്ത് ഒരുക്കമാണ് നടത്തിയിട്ടുള്ളത്? എന്ത് തയ്യാറെടുപ്പാണ് നീ നടത്തിയിട്ടുള്ളത്? ഇവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. ഒരുപാട് നിസ്കാരം കൊണ്ടോ വലാസോമിൻ നോമ്പ് പിടിച്ചിട്ടോ വലാ സ്വദഖത്തിൻ ഒരുപാട് ദാനധർമ്മം ചെയ്തിട്ടോ ഒന്നും ഒരു തയ്യാറെടുപ്പ് ഞാൻ നടത്തിയില്ല. എൻ്റെ അടുത്ത് ഒന്നുമില്ല. എന്റെ അടുത്ത് ആകെ കൂടി ഉള്ളതായിട്ട് എനിക്ക് പറയാനുള്ളത്, വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയത് മുതൽ ആ റബ്ബിനെയും ആ അള്ളാഹുവിനെ എനിക്ക് മനസ്സിലാക്കി തരാൻ വന്ന അങ്ങാകുന്ന റസൂലിനെയും ഞാൻ അങ്ങേയറ്റം ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നു. ആ സ്നേഹം മാത്രമാണ് എൻ്റെ അടുത്തുള്ളത്, അല്ലാത്തതൊന്നുമില്ല നബിയേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, എന്നാൽ അന്ത മഅ മൻ അഹ്ബബ്ത, അന്ത മഅ മൻ അഹ്ബബ്ത, ഈ സ്നേഹം നിനക്കുണ്ടോ, ഈ താല്പര്യവും വിശ്വാസവും നിനക്കുണ്ടോ, എന്നാൽ നീ ആ സ്നേഹിക്കുന്ന ആളിനോടൊപ്പം നീ സ്വർഗത്തിലെത്തും, ഉറപ്പ്. അല്ലാഹു ആക്കുമാറാകട്ടെ. ആ സ്വഹാബി വര്യന്റെ ദുആക്ക് ഹബീബായ റസൂൽ കൊടുത്ത ഉത്തരം പോലെ നമ്മുടെയും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഹബീബായ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കുവാനും ആ സ്നേഹം കൊണ്ട് റസൂലും സ്വഹാബത്തും ആഗ്രഹിച്ചത് എന്താണോ ആ ആഗ്രഹം നേടാനും അതിലൂടെ സ്വർഗീയമായ ഉന്നതമായ ദറജയിൽ എത്തിച്ചേരാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആരാ? അള്ളാഹുവിനും അവന്റെ മലക്കുകളും ലോകത്തെ സർവ്വചരാചരങ്ങളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങളും സ്വലാത്ത് വർഷിക്കണം, ഗുണം വർഷിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടത് ഈ റസൂലിനെ കുറിച്ചല്ലാതെ ആരെ കുറിച്ചാണ് ഉണ്ടായിട്ടുള്ളത്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40ാമത്തെ വയസ്സാകുന്നതുവരെ മക്കയിലെ കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സർവാംഗീകൃതനായിരുന്നു, എല്ലാവർക്കും സർവ്വസമ്മതനായിരുന്നു റസൂൽ. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ സർവ്വ സ്വീകാര്യനായ വ്യക്തിത്വമായിരുന്നു. ഒരിക്കൽ അഖ്നസ് എന്ന് പറയുന്ന കുഫാറുകളിലെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ
ആ മനുഷ്യൻ അബൂജഹലിനോട് ചോദിക്കുകയാണ്, ബദർ യുദ്ധത്തിന്റെ ഘട്ടത്തിലാണ്, അബൂജഹലിനോട് ചോദിക്കുകയാണ്, യാ അബൽ ഹക്കം, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, ഈ സമയത്ത് നമ്മൾ വേറെ ആരുമില്ല, ഞാനും നിങ്ങളൊക്കെ മാത്രം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ സമയത്ത് ഞാൻ ചോദിക്കുന്നു, യാ അബൽ ഹക്കം, എന്താണ് മുഹമ്മദിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം എന്താണ്? ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി പുള്ളിക്കാരൻ കുഴപ്പക്കാരനാണ്, പ്രശ്നക്കാരനാണ്, നാട്ടിൽ അസമാധാനം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒക്കെ നമ്മൾ പൊതുവിൽ പൊതുസദസ്സിൽ സമൂഹത്തിനോട് ഇതൊക്കെ പറയുന്നത് ശരിയാണ്. എങ്കിലും ഞാനൊരു അടക്കം ചോദിക്കുകയാണ്. ഇപ്പൊ ആരുമില്ല, ഞാനും നീയുമല്ലാതെ മൂന്നാമതൊരാൾ ഇവിടെ കേൾക്കാനില്ല. ഞാൻ നിന്നോട് ഒരുപാട് പരിചയവും ബന്ധവുമുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, മുഹമ്മദിനെ കുറിച്ച് എന്താണ് അങ്ങക്ക് പറയാനുള്ളത്? അബൂജഹൽ പറഞ്ഞു, അബൽ ഹക്കം, അത് അബൂജഹലിന്റെ യഥാർത്ഥ പേരാണ് അബൽ ഹക്കം. അബുൽ ഹക്കം പറഞ്ഞു, വല്ലാഹി ഇന്ന മുഹമ്മദൻ ലസ്വാദിഖ്, മുഹമ്മദുർ റസൂലുള്ളാഹി സത്യസന്ധനാണെന്ന് പടച്ച റബ്ബിനെ സത്യമായി മുഹമ്മദ് റസൂലുള്ളാഹി സത്യസന്ധനാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സത്യസന്ധമാണ്. വമാ കദബ, ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല, ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അല്ലാഹുവാണ് ആരാധ്യൻ എന്ന് പറയാൻ നിരവധി തവണ പോയി. ഒരു രാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ചുകൊണ്ട് ഇതേ അബൽ ഹക്കം അബൂജഹലിന്റെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ എത്തിയിട്ട് വാതിൽ മുട്ടി. ആ കൊട്ടുകെട്ടപ്പോ അബൂജഹൽ പറഞ്ഞു, ഈ രാത്രി ആരാണ് വന്നതെങ്കിലും ഞാൻ തുറക്കും. എന്റെ അടുത്ത് അവസാന പ്രതീക്ഷ എന്നിൽ വെച്ചുകൊണ്ട് വന്നയാളാണ്. അയാളുടെ മുമ്പിൽ എന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് എന്താണെന്ന് ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും, അതിലൊരു സംശയവും വേണ്ട. തുറന്നപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ആ മുമ്പിൽ നിൽക്കുക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബുൽ ഹക്കം എന്ന അബൂജഹലിനോട് പറഞ്ഞു, യാ അബുൽ ഹക്കം ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. വിശ്വാസം, ധാരണകളൊക്കെ തെറ്റാണ്, ഇതൊക്കെ മിഥ്യയാണ്. അല്ലാഹുവാണ് ആരാധ്യൻ എന്ന് നീ വിശ്വസിക്ക്, നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അബൂജഹൽ വാതില് കൊട്ടി അടക്കുന്നതിന് മുമ്പ് പറഞ്ഞു, യാ മുഹമ്മദ്, വല്ലാഹി ഒരിക്കലും തന്നെ മുഹമ്മദേ നിന്നെ ഞങ്ങൾ കളവാക്കുകയില്ല. മുഹമ്മദ്, ഒരിക്കലും നിന്നെ ഞാൻ കളവാക്കുന്നില്ല. പിന്നെയോ നിന്നെ ഞാൻ കളവാക്കുന്നതും നിഷേധിക്കുന്നതും എന്തിനെയാണ്? ഞാൻ നിഷേധിക്കുകയും കളവാക്കുന്നതും നീ കൊണ്ടുവന്നൊരു സന്ദേശത്തിനെയാണ്, നീ കൊണ്ടുവന്നൊരു ആദർശത്തിനെയാണ്. അതാ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത. ബാക്കിയെല്ലാം ഓക്കെയാണ്, എല്ലാം ക്ലിയർ ആണ്. എന്താ ഈ സന്ദേശത്തിന്റെ കുഴപ്പം? ഞങ്ങൾ ഇവിടെ അരക്കുട്ടുറപ്പിച്ച് നടപ്പിലാക്കി പോയിക്കൊണ്ടിരുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയാണ് തകിടം മറിയാൻ പോണത്. നീ പറയുന്ന കാര്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രസിഡന്റ് സ്ഥാനം പോകും, എന്റെ ചെയർമാൻ സ്ഥാനം പോകും. പിന്നെ ഞാൻ ആരായി? നിന്റെ മുമ്പിൽ വന്നൊരു സാധാരണക്കാരനായ ഒരു അണിയെ പോലെ വന്നിരിക്കണ്ടേ? ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ഇത്രയുള്ള പ്രശ്നം. ബാക്കിയൊക്കെ ശരിയാണ്, ബാക്കിയൊക്കെ ശരിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യൻ ഉള്ളുകൊണ്ട് അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ്. ഇനി ഏതൊക്കെ രൂപത്തിൽ എങ്ങനെയൊക്കെ സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ഒരു നാളത് പുറത്തു വരിക തന്നെ ചെയ്യും. അതൊരു പരമമായ സത്യമാണ്. അടിസ്ഥാനമില്ലാത്ത ഉള്ളുപൊള്ളയായ ഒരു കാര്യത്തിനെയും കാലാകാലം പിടിച്ചു നിർത്താനും ജനങ്ങൾ അതിലേക്ക് എക്കാലവും ആകർഷിക്കാൻ ഒരിക്കലും സാധിക്കൂല. അതിനൊരു കാലമുണ്ടാകും, ഒരു പ്രസരിപ്പിന്റെ സമയമുണ്ടാകും. അത് കഴിയുമ്പോൾ അത് പഴയ അവസ്ഥയിലേക്ക് പോകും. ലോകത്ത് നമ്മൾ എത്രയോ കാര്യങ്ങൾ നമ്മൾ അതുപോലെ കണ്ടിട്ടും. എന്നാൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉദ്ദേശശുദ്ധിയുമായിട്ട് ഒരു മനുഷ്യൻ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയോ അത് വിജയിക്കും. ചിലപ്പോ അതിൽ ചെറിയ ഒരു പുറകോട്ട് മാറലൊക്കെ ഉണ്ടാകും, പക്ഷെ അത് സ്ഥായിയായി നോക്കിയാൽ അത് വിജയിക്കുക തന്നെ ചെയ്യും. ലോകം കണ്ട ഇന്നത്തെ ലോക ജനസംഖ്യയിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ മതവിഭാഗം ഉമ്മത്തുൽ മുസ്ലിമയാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മളായിരിക്കും ഒന്നാമത് എന്നാ പഠിക്കേണ്ടത്, നമ്മളായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം ലോകത്തെ ഒന്നാമത്തെ ഏറ്റവും വലിയ ജനവിഭാഗമായി സമൂഹ മധ്യത്തിൽ പരിചയപ്പെടുത്തുന്നത് ക്രൈസ്തവ സമൂഹത്തിനെയാണ്. ആ ക്രൈസ്തവ സമൂഹം ഏറ്റവും ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ യൂറോപ്പ്, അമേരിക്കയാണ്. അവിടെയുള്ള ആളുകളെല്ലാം ക്രിസ്ത്യാനികൾ എന്നുള്ള എണ്ണത്തിൽ എണ്ണിക്കൂട്ടി ലോകത്തെ ഏറ്റവും വലിയ മതവിഭാഗം ക്രിസ്ത്യാനികളെ നിന്നുമ്പോ ഇന്നത്തെ യൂറോപ്പിന്റെ അവസ്ഥ അവിടെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവ ചർച്ചുകൾ, ദേവാലയങ്ങൾ ഇന്ന് കാലിയാണ്. ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക്, പ്രാർത്ഥനയ്ക്ക് ആളില്ല. ഭൂരിപക്ഷം വരുന്ന ആളുകൾ എത്തിസ്റ്റുകളായി മാറി, നിരീശ്വരവാദികളായി മാറി. അവർ പള്ളികളിലേക്ക് പോകാത്ത കോലത്തിലായി. ചില രാജ്യങ്ങൾ 85% പേരും, ക്രൈസ്തവ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പല രാജ്യങ്ങളും ഭൂരിപക്ഷം പേരും വ്യത്യസ്തത്തിലേക്ക് പോയി കഴിഞ്ഞു, നിരീശ്വരവാദത്തിലേക്കും തോന്യാസത്തിലേക്കും പോയി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പോഴും ലോകത്തിന്റെ കണക്കിൽ അവർ ക്രിസ്ത്യാനികളാണ്. ഇതാണ് സത്യമെങ്കിൽ നമുക്കറിയില്ല. വാർത്തകളിൽ, കാഴ്ചകളിൽ കാണുന്നതും കേൾക്കുന്നതും അതാണ് സത്യമെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ മതവിഭാഗം ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളുന്ന പടച്ചറപ്പ് അനുഗ്രഹിച്ചു തന്ന പരിശുദ്ധ ദീനിന്റെ അനുയായികളുമാണ്. ഏത് പ്രതിസന്ധിക്കാണ് നമ്മളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് വീണ്ടും തീച്ചൂളയിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റാകെയുള്ള ഭവനം,
ആ ഖുദ്സിന് വേണ്ടി പോരാട്ടത്തിനിറങ്ങിയ ഫലസ്തീനിന്റെ മക്കൾ അവർ കഴിഞ്ഞുകൂടുന്ന തുരങ്കങ്ങൾക്കുള്ളിൽ, അവർ കഴിഞ്ഞുകൂടുന്ന ഇടങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. കിലോമീറ്ററുകൾ ആഴങ്ങൾക്കുള്ളിൽ ഒരു ആധുനിക സംവിധാനങ്ങളും അവർക്ക് സഹായത്തിനില്ല, ഒന്നുമില്ല. പഴകിപ്പൊളിഞ്ഞ ഏതൊക്കെയോ സംവിധാനങ്ങളും മാത്രം ഉപയോഗിച്ചുകൊണ്ട്, ശുദ്ധമായു മാത്രം ശ്വസിച്ചുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഏതാണ് അവരെ ഇത്രമാത്രം ശക്തി കൊടുത്തുകൊണ്ട് ഈ തുരങ്കങ്ങൾക്കുള്ളിൽ, ഇരുട്ടറകൾക്കുള്ളിൽ ദിവസങ്ങൾ തള്ളി നീക്കുവാൻ അവർക്ക് കൊടുക്കുന്ന ആത്മധൈര്യം എന്താണ്? ഏതാണ് ആ ശക്തി? ഏതെങ്കിലും ഒരു കളങ്കത്തിന്, ഏതെങ്കിലും അടിസ്ഥാനമില്ലാത്തൊരു സന്ദേശത്തിന് അവരെ പിടിച്ചു നിർത്താൻ കഴിയോ? അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് ദീർഘശ്വാസം വലിച്ച് അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന പല ഇസങ്ങളുടെയും ആളുകൾക്കും ആ ഇസങ്ങൾക്കും കഴിയണമായിരുന്നു. ഒരു നൂറ്റാണ്ട് തികച്ചിട്ടില്ല. ഭയങ്കര പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങിയ എത്ര ഇസങ്ങളാണെന്ന് തീർന്ന് അലിഞ്ഞില്ലാതായി ചിത്രത്തിലും പത്രത്തിലും മാത്രമായി ബാക്കിയായി. ലോകത്തെന്തൊക്കെയോ ചെയ്യുമെന്ന് കരുതിയവരാ എവിടെ എത്തി? ഒന്നുമില്ല. അപ്പൊ ഉള്ളുകൊണ്ട് സത്യമുള്ളത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് കൊണ്ടുവന്നതും പഠിപ്പിച്ചതും സത്യമായതുകൊണ്ട് മാത്രമാണ്. അതിനെതിരെ എന്തൊക്കെ ശ്രമങ്ങൾ എവിടെ കൂടെ വരുമ്പോഴും, ഏത് മാർഗത്തിലൂടെ വരുമ്പോഴും അതിന്റെ ഉള്ളിലേക്ക് അടുക്കുന്ന ആളുകൾ അറിയാതെ അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒരർത്ഥത്തിലും അതിനെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ. കഴിയൂല തന്നെ, അത് കഴിയൂല. അല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഏത് മാർഗം ഉപയോഗിച്ച് എങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ശരി, ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. അത്രമാത്രം ഉള്ളിന്റെ ഉള്ളിലേക്ക് അകത്തേക്ക് ഇറങ്ങിപ്പോയി. മഹാനായ ഉർവ റളിയല്ലാഹു തആല പിൽക്കാലത്ത് പരിശുദ്ധ ദീനിന്റെ അനുയായിയായി മാറിയ മഹാനായ ഉർവ റളിയല്ലാഹു തആല തന്റെ ജഹാലത്തിന്റെ കാലത്ത് മക്കയിൽ കഴിയുമ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് താമസം മാറിയ, ഹിജറ ചെയ്ത് മദീനത്തേക്ക് താവളം മാറ്റിയ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ മദീനത്തെത്തിയിട്ട് ആ മദീനയിൽ നിന്നുകൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് പ്രശ്നം സൃഷ്ടിക്കുമോ? മുഹമ്മദ് അവരുടെ സന്ദേശവും അവിടുത്തെ അനുയായികളെയും കൊണ്ട് അവിടെ വളരുമോ? അവിടെ ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുമോ? അതിനുശേഷം ആ സാമ്രാജ്യം നമുക്ക് ഭീഷണിയാകുമോ? അബൂജഹലും കൂട്ടരും മദീനത്തേക്ക് ആളെ അയച്ചു. ഈ ഉർവ റളിയല്ലാഹു തആല അൻഹുവിനെ മദീനത്തേക്ക് അയച്ചിട്ട് പറഞ്ഞു, ഉർവ മദീനയിൽ പോയി ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നയാളാണെന്നുള്ള ധാരണയോടുകൂടി ആ ഒരു രൂപത്തിലെ പ്രചാരണം സൃഷ്ടിച്ചുകൊണ്ട് മദീനത്തെത്തണം. എന്നിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ സദസ്സിൽ പോകണം, അവിടെ കഴിഞ്ഞുകൂടണം. എന്നിട്ട് മുഹമ്മദിന്റെ നിലവിലുള്ള സെറ്റപ്പ് എന്തൊക്കെയാണ് എത്തപ്പെട്ടിട്ടുള്ളതെന്ന് പഠിക്കണം. എന്നിട്ട് നീ വന്നിട്ട് വിവരം പറയണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു മദീനത്ത് ചെന്നു. ഈ പറയപ്പെട്ടതുപോലെ മദീനത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടി. കുറെ ദിവസം കഴിഞ്ഞിട്ട് മക്കത്തേക്ക് മടങ്ങി വന്നിട്ട് അബൂജഹലിന്റെയും അബൂ സുഫിയാന്റെയും മക്കയിലെ നേതാക്കളുടെ മുമ്പിലേക്ക് പോയിട്ട് പറഞ്ഞു, യാ മഅ്ശറ ഖുറൈശ് നേതാക്കളെ, ഇന്നി ജിഅ്തു കിസ്റാ ഫീ മുൽക്കിഹി. അന്നത്തെ അമേരിക്കയാകുന്ന കിസ്റ എന്ന പേർഷ്യയുടെ ഭരണാധികാരിയായ കിസ്റയുടെ കൊട്ടാരത്തിൽ ഞാൻ പോയിട്ടുണ്ട്. റോമ, ഇന്നത്തെ റഷ്യയെ പോലെ രണ്ടാമത് ലോകാധിപത്യമുള്ള കൈസറിന്റെ റോമയിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ കൈസറിന്റെ മുമ്പിലുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നജ്ജാഷിയുടെ എത്യോപ്യയിലെ ആഫ്രിക്കൻ വൻകരയിലുള്ള രാജാധികാരമുള്ള ആ അധികാരികളുടെ മുമ്പിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഇവരുടെ മുമ്പിലെല്ലാം പോയി ആ രാജസദസ്സുകളിലുള്ള അവസ്ഥകൾ പഠിച്ചു. അവരുടെ അനുയായികൾ ആ രാജാക്കന്മാരോട്, ആ നേതാക്കളോട് ഏത് രൂപത്തിലാണ് പെരുമാറുന്നത് ഞാൻ നേരിട്ട് കണ്ടു. അതെല്ലാം ഞാൻ നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കിയതാ. എന്നാൽ വല്ലാഹി മാ റഅയ്തു മലികം മിസ്ല മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ ലോകാധിപത്യമുള്ള രാജാക്കളുടെ മുമ്പിലെല്ലാം പോകുമ്പോ അവിടുത്തെ സദസ്സിൽ അവരുടെ അനുയായികൾ അവരുമായിട്ട് ഇടപെടുന്നത് കാണുമ്പോ ഒരു സ്ഥലത്ത് പോലും മദീനത്തെ പള്ളിയിൽ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ അവരുടെ അനുയായികൾ ഇടപെടുന്നത് പോലെ ഒരു കാര്യം എനിക്ക് കാണാനേ കഴിഞ്ഞിട്ടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ആ പ്രവാചകർ വുളൂ ചെയ്യാനിരിക്കുമ്പോ ആ വുളൂഇന്റെ വെള്ളത്തിന്റെ തുള്ളി താഴേക്ക് പതിക്കാതെ ആ വുളൂഇന്റെ വെള്ളത്തിന് വേണ്ടി പോലും അടിപിടി ഉണ്ടാക്കുന്ന, അതിനുവേണ്ടി മൽപ്പിടുത്തം ഉണ്ടാക്കുന്ന ഒരു സംഘം അനുയായികളെയാണ് ഞാൻ കണ്ടതെങ്കിൽ ആ അനുയായികൾ മുഴുവനും മരിച്ചൊടുങ്ങാതെ, ആ അനുയായികൾ മുഴുവനും ഈ ലോകത്ത് നിന്ന് നീങ്ങാത്ത രൂപത്തിൽ ആ മുഹമ്മദിന്റെ ശരീരത്ത് തൊടാൻ നമുക്ക് സാധ്യമല്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പദ്ധതികൾ മാറ്റിവെച്ചോ. ചരിത്രത്തിൽ ഇതുപോലത്തെ ഒരു നേതാവില്ല, ഇതുപോലെ സ്നേഹിക്കപ്പെട്ട, ഇതുപോലെ മനസ്സിന്റെ ഉള്ളിലേക്ക് സ്വാധീനിക്കും
നിർണയിക്കപ്പെട്ട ഉഹദിന്റെ രണാങ്കണത്തിൽ ചീറിപ്പാഞ്ഞ് അമ്പുകൾ വരുമ്പോ ആ അസ്ത്രങ്ങൾക്ക് മുമ്പിലേക്ക് സ്വന്തം വിരിമാറ് കാട്ടിക്കൊണ്ട് ആ വിരിമാറിലേക്ക് മുഴുവനും ഏറ്റുവാങ്ങിക്കൊണ്ട് എന്റെ ശരീരം മരണത്തിലേക്ക് വരിച്ചാലല്ലാതെ എന്റെ ഹബീബിന്റെ ശരീരത്തിലേക്ക് അമ്പ് തറക്കരുതെന്ന് ആഗ്രഹിച്ച സൈനികർ, ഇതുപോലത്തെ ഒരു സൈനിക സംവിധാനം ലോക ചരിത്രത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മുമ്പിലല്ലാതെ കാണാൻ കഴിയില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അവിടെയാണ് 23 വർഷക്കാലം. ഈ 23 വർഷക്കാലം കൊണ്ട് ലോകത്ത് സാധ്യമാക്കാൻ കഴിഞ്ഞ സമാനതകളില്ലാത്തൊരു വിപ്ലവമാണ്, സമാനതകളില്ലാത്ത മനസാന്നിധ്യമാണ് ലോകത്തിനുണ്ടാക്കിയത് മുഹമ്മദ് റസൂലുള്ളാഹ്. ലോകത്ത് ഈ പരിവർത്തനം ഉണ്ടാക്കിയത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലത്ത് ഏത് രൂപത്തിലാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെന്നറിയാത്തൊരു വൻകര ഒരു സമൂഹം, ആ സമൂഹത്തിലേക്ക് സംസ്കാരത്തിന്റെ വെളിച്ചവുമായി പോയ, നന്മയുടെ വെളിച്ചവുമായി യാത്ര ചെയ്ത, പ്രകാശ ഗോപുരങ്ങളായി സഞ്ചരിച്ചു പോയ അറേബ്യൻ മരുഭൂമിയിലെ അറബികളായ സ്വഹാബത്ത് അവരില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ നാട് അന്ധതയിൽ തന്നെ കഴിയുമായിരുന്നു. അവരുടെ നാട്ടുകാര്, യൂറോപ്പിന്റെ ചരിത്രകാരന്മാർ അവരുടെ നാടിനെ കുറിച്ച് പറയുന്നു, ആ റസൂൽ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ആകുമായിരുന്നു, ഒരു മാറ്റവും ഉണ്ടാകുമായിരുന്നു. ഇന്ന് ലോകത്തവരാണ് മുമ്പിൽ. എന്നാൽ അവർ ആ മുമ്പിലേക്ക് എത്തിയതിന്റെ പിന്നിൽ പരിശ്രമിച്ച, അതിന്റെ എല്ലാ ധാർമ്മികമായ എല്ലാ അഭിമാനവും ഉള്ളത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്കാണുള്ളത്. ആ റസൂലാണ് നമ്മയും ഇവിടേക്ക് എത്തിച്ചത്. അബസീനിയയിലേക്ക് എത്തുമ്പോ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടേക്ക് എത്തേണ്ട താമസം, മക്കയിലെ ഓർഡറുമായി വന്ന സൈന്യത്തിന്റെ പ്രതിനിധികൾ അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, നിങ്ങൾ ജുഹലാക്കളായിരുന്നു, നിങ്ങൾ ഒന്നും അറിയാത്ത ആളുകളായിരുന്നു, ഞങ്ങളെ എന്താണ് ജീവിതം എന്ന് പഠിപ്പിച്ചത് ആ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ വരവാണ്. ആ പ്രവാചകന്റെ വരവിന് ശേഷമാണ് എന്താണ് ജീവിതം എന്ന് നമ്മൾ പഠിച്ചത്, എന്തിനാണ് ജീവിക്കുന്നത്, എന്താണ് മാനവകുലത്തിന്റെ നിയോഗം എന്ന് നമ്മൾ പഠിച്ചത് ആ പ്രവാചകന്റെ വരവിന് ശേഷമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സ്വഹാബത്തും നേർക്ക് നേരെ അടുത്ത് അറിയാൻ കഴിഞ്ഞ അവരും സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ ആഴം, ആ ആഴവും ആ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാതെ പോയ ആളുകൾ പോലും അന്ന് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറമായതുകൊണ്ട് മാത്രം അത് കഴിയാതെ പോയ ആളുകളുണ്ട്. എന്നാൽ അവർ ആ റസൂലിനെ കുറിച്ച് പഠിച്ചു, നബിയെ കുറിച്ച് കേട്ടു, കൂടുതൽ എടുക്കാൻ ആഗ്രഹിച്ചു. അവസരം കിട്ടാതെ പോയി ഈ ലോകത്തോട് യാത്ര ചെയ്യേണ്ടി വന്ന പ്രവാചക സ്നേഹം കേട്ട് കേൾവിയിലൂടെ 1500 വർഷം പിന്നിടുമ്പോൾ നാമും ഈ കേട്ട് കേൾക്കുന്നത് പോലെയുള്ള കേൾവിയിലൂടെ മാത്രം ആ റസൂലിനെ ഉള്ളിലേക്ക് എടുത്ത് സ്വീകരിച്ച ചില മഹാരഥന്മാരുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഏറ്റവും ഖൈറായ ഒരു താബിഈയായ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം നിങ്ങളുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിനോട് ഇസ്തിഗ്ഫാറിന് വേണ്ടി തരണം, കാരണം അദ്ദേഹം മുസ്തജാബു ദുആ ആണ്, ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം കൊടുക്കുന്ന മനുഷ്യനാണ്. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലമാകുന്നു. മാനവറുകൾ അന്വേഷിക്കുകയാണ്, യമനിൽ നിന്നും ആരെങ്കിലും വന്നിട്ടുണ്ടോ, ഹജ്ജിന് വേണ്ടി യമനിൽ നിന്നും ആരെങ്കിലും വന്നിട്ടുണ്ടോ, തന്റെ ഭരണപ്രദേശത്ത് തനിക്ക് പോയി നേരിട്ട് പരിചയപ്പെടാനും സംസാരിക്കാനും കഴിയുന്ന പ്രദേശത്ത് യമൻകാരെങ്കിലും വന്നിട്ടുണ്ടോ അന്വേഷിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു നാൾ കേട്ടു, യമനിൽ നിന്നും ഒരു സംഘം ആളുകൾ വന്നിരിക്കുകയാണ്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നേരെ അവിടെ മുമ്പിലേക്ക് പോയിട്ട് പറഞ്ഞു, അഫീക്കും ഉവൈസ് ബിൻ ആമിർ, നിങ്ങൾ യമനിൽ നിന്നും വന്നവരാണോ, യമനിലെ മുറാദ് എന്ന പ്രദേശത്ത് നിന്ന് വന്നവരാണോ, ഖർൻ എന്ന പ്രദേശത്ത് നിന്ന് വന്നവരാണോ? അവര് പറഞ്ഞു അതെ. ആ ഉത്തരം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഫീക്കും ഉവൈസ് ബിൻ ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ബിൻ ആമിർ എന്ന മനുഷ്യനുണ്ടോ? അവസാനം അവര് പറഞ്ഞു അതെ, ഞങ്ങളോടൊപ്പം ഉവൈസ് ബിൻ ആമിർ എന്ന മനുഷ്യനുണ്ട്. എവിടെയാണ് അദ്ദേഹം ഉള്ളത്? ആ മനുഷ്യന്റെ മുമ്പിലേക്ക് എത്തി. ആ മനുഷ്യന്റെ മുമ്പിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അന്തമിൻ മുറാദ് എന്ന ഖർൻ എന്ന പ്രദേശത്ത് വന്നതാണോ? അദ്ദേഹം പറഞ്ഞു അതെ. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനങ്ങൾ ഓർത്തുകൊണ്ട് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, ഫകാന ബിക ബറസുൻ, താങ്കൾക്ക് വെള്ളപ്പാണ്ട് ബാധിച്ചിട്ടുണ്ടോ? പറഞ്ഞു അതെ, എനിക്ക് വെള്ളപ്പാണ്ട് വന്നിട്ടുണ്ട്. ഫബരിഅത മിൻഹു ഇല്ലാ മൗദിഅ ദിർഹം, എന്നിട്ട് ഒരു നാണയത്തുട്ടിന്റെ വലിപ്പമുള്ള ഭാഗമൊഴിച്ച്, ഒരു നാണയത്തുട്ടിന്റെ അളവുള്ള സ്ഥലമൊഴിച്ച് ബാക്കി മുഴുവനും അല്ലാഹു അങ്ങേക്ക് മാറ്റി തന്നോ, രോഗശാന്തി അങ്ങേക്ക് തന്നോ? അദ്ദേഹം പറഞ്ഞു അതെ, എനിക്ക് എന്റെ ശരീരത്ത് ബാധിച്ച വെള്ളപ്പാണ്ടിനെ അല്ലാഹു മാറ്റി തന്നു.
ഉടൻ തന്നെ ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുസാഫഹ ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്നാൽ അറിയണേ, സമഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനെ കേട്ടിട്ടുണ്ട്, യതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ, നാളൊരു കാലം വരും, അന്ന് നിങ്ങളിലേക്ക് മുറാദ് എന്ന കർൺ എന്ന പ്രദേശം, യമനിലെ ഒരു പ്രദേശത്ത് നിന്ന് ഉവൈസ് ഇബ്നു ആമിർ എന്നൊരു മനുഷ്യൻ നിങ്ങളിലേക്ക് വരും. ആ മനുഷ്യൻ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മഅംദാദി അഹ്ലി യമൻ, യമൻകാരായ ആളുകളോടൊപ്പം നിങ്ങളിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ മനുഷ്യനോട് പറയണം, ഇസ്തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അദ്ദേഹത്തിനോട് പറയണം. എന്താ കാര്യമെന്നറിയുമോ? ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ, അല്ലാഹുവിൽ സത്യം, ആ മനുഷ്യനെ ഞാൻ കണ്ടാൽ അദ്ദേഹത്തിന് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നല്ല ഉപകാരവും ചെയ്യുമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം എന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്, ആഗ്രഹിച്ച മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മ രോഗബാധിതയാണ്. ആ ഉമ്മ സുഖമില്ലാതെ കഴിയാണ്. ആ ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഈ മകനല്ലാതെ മറ്റാരുമില്ല. അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. എന്നെ കാണണം, എന്റെ അടുത്ത് കൂടണം, എന്റെ സ്വഹാബിയായി മാറണം എന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന് അവസരം കിട്ടാത്തത് കൊണ്ട്, ഉമ്മയെ കാരണം അവസരം കിട്ടാത്തത് കൊണ്ട് ഉള്ളുകൊണ്ട് സ്നേഹിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ മനുഷ്യനാണ് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ നാളെ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ആ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയണം, അല്ലാഹുവേ എന്ന് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം കൊടുക്കുന്ന മനുഷ്യനാണ്. സാധാരണക്കാരനല്ല, അള്ളാഹു ഉത്തരം കൊടുക്കുന്ന മനുഷ്യനാണ്. അത്രമാത്രം എന്നെ സ്നേഹിച്ച വ്യക്തിത്വമാണ്. ഉഹദിൽ എന്റെ മുൻപല്ല് പോയി എന്ന് കേട്ടപ്പോ ഈ വാർത്ത കേൾക്കേണ്ട താമസം ഒരു കരിങ്കല്ലെടുത്തിട്ട് 2 പല്ലിനെയും ഇടിച്ചു പൊട്ടിച്ചും കളഞ്ഞു. മുന്നിലുള്ള 2 പല്ലിനെ നബി തങ്ങളുടെ ഏത് പല്ലാണ് പോയതെന്ന് ചോദിച്ചു. ഈ പല്ലാണ്. എന്നാൽ ആ പല്ല് ഇനി എനിക്ക് വേണ്ട, ഒരൊറ്റയിടി. ആ പല്ലിടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. ഏത് റസൂൽ നേരിട്ട് കണ്ടിട്ടില്ല, കേട്ടറിവ് മാത്രമാണ്. 1500 വർഷങ്ങൾക്കിപ്പുറം നമ്മളും കേട്ടറിയുകയാണ്, നമ്മളും അറിയുകയാണ്. മദീനത്ത് ഒരു സാധാരണക്കാരനായ, മലഞ്ചെരുവിൽ വാസിക്കുന്ന ഒരു സാധാരണക്കാരായ മനുഷ്യന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വഫാത്ത് അറിയുകയാണ്, മരണമറിയുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം ആ വാർത്ത കേൾക്കേണ്ട താമസം അറിയാതെ ദുആ ചെയ്തു, പടച്ചവനെ അല്ലാഹു മഅമിയനയ്യ, പടച്ചവനെ എന്റെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണേ റബ്ബേ. ഇനി എന്റെ ഈ കണ്ണെനിക്ക് വേണ്ട. എന്റെ റസൂലില്ലാത്ത ദുനിയാവിൽ ആ പ്രവാചകന്റെ തിരുവചനം കാണാൻ കഴിയാതെ മറ്റേതൊരു വസ്തുവിനെ നോക്കിയതിലൂടെ എനിക്ക് എന്ത് സമാധാനമാണുള്ളത്? ആ റസൂലിനെ കാണാൻ കഴിയാത്ത ദുനിയാവിൽ ആ കണ്ണെനിക്ക് വേണ്ട റബ്ബേ, എന്റെ കണ്ണിന്റെ കാഴ്ച നീ എടുക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യുന്നു. ചരിത്രം പറയാണ്, ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് പടച്ചവൻ എടുത്തു. ആ രൂപത്തിൽ തന്നെ ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. റസൂലിന്റെ മുഖം അവസാനമായി കണ്ടുപിരിഞ്ഞ എന്റെ കണ്ണിന് ഇനി നാളെ ഒരു കാലത്ത് എനിക്ക് കാഴ്ച കിട്ടുമ്പോൾ ആ റസൂലിനെ തന്നെ വീണ്ടും കാണുന്നൊരവസ്ഥ മാത്രമേ ഉണ്ടാകുമെന്ന് ദുആ ചെയ്തു പോയ ഇത്രമാത്രം മനസ്സിന്റെ സ്വാധീനമായി മാറിയെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ആ ഹബീബിനെ കുറിച്ച്, ആ റസൂലിനെ കുറിച്ച് നമ്മൾ കേട്ടു. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പല്ല് പൊട്ടിച്ച് കളയാനും കണ്ണിന്റെ കാഴ്ചശക്തി എടുത്ത് കളയാനുമല്ല, ഏറ്റവും കുറഞ്ഞത് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോ, തന്റെ വ്യക്തി ജീവിതമോ കുടുംബ ജീവിതമോ ഉപജീവനമോ ഏത് വിഷയവുമാകട്ടെ, ഒരു കാര്യവുമായിട്ട് ഇറങ്ങുമ്പോ എന്റെ പ്രവാചകന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് എന്ന് തോന്നിയാൽ അത് വേണ്ട എന്ന് വെക്കുവാനെങ്കിലും നമുക്ക് കഴിയേണ്ടതില്ലേ? അതെങ്കിലും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ പ്രവാചക സ്നേഹത്തിന്റെ പറച്ചിലുകൊണ്ട് ഈ റബീഉൽ അവ്വലിന്റെ സന്ദേശം ഒരർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. കാര്യം വ്യക്തമായി, മനസ്സിലായി, ഒക്കെ കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷവും നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുവന്ന സന്ദേശയും ആ ദീനിനെയും അതിന്റെ സന്ദേശങ്ങളെയും ഉൾക്കൊള്ളുന്നതിന് പകരം അതൊരു അലംഭാവത്തിന്റെ മനസ്ഥിതിയാണ്. പിന്നോട്ട് പോകാനും പുറകോട്ട് പോകാനുമാണ് ആഗ്രഹിക്കുന്നത്. നുവല്ലിഹി മാത്രമല്ല, ആ പോകുന്ന വഴിക്ക് പടച്ചവൻ അങ്ങോട്ട് തന്നെ വിടും. ചുരുക്കത്തിൽ ദീനിന്റെ നിയമങ്ങൾ, വിധിവിലക്കുകൾ, പടച്ചവന്റെ കൽപ്പനകൾ, ഇവിടെ അത് വേണോ, ഒരു അഡ്ജസ്റ്റ്മെന്റ് പറ്റൂലേ, ഒരു മാറ്റം പറ്റൂലേ എന്ന ഒരു മനോഭാവം വന്നാൽ നുവല്ലിഹി മാത്രമല്ല, എന്നാ പിന്നെ നീ പോകുന്ന വഴിയെ പൊക്കോ. വനുസ്ലിഹി ജഹന്നം. ആ പോക്ക് എങ്ങോട്ടാണെന്നറിയോ? ജഹന്നമിലേക്കാണ് പോകണം. ജഹന്നമിലേക്ക് കൊണ്ടെത്തിക്കപ്പെടും. അല്ലാഹു കാക്കുമാറാകട്ടെ. പരിശുദ്ധ റസൂലിന്റെ ഹബീബായ പ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളോട് യാത്ര പറഞ്ഞു പിരിയുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പ്രിയപ്പെട്ട സ്വഹാബത്ത്, നേരിട്ട് കണ്ടവരും കാണാത്തവരും പിൽക്കാലത്ത് വന്നവരൊക്കെ ആ പ്രവാചകനെ ഉള്ളിലേക്ക് സ്വീകരിച്ചത് ആ റസൂലിന്റെ തിരുചര്യകളെ ഇത്തിബാഅ് ചെയ്തുകൊണ്ടാണ്.
നേരം പുലർന്നാൽ ഉറങ്ങുന്നത് വരെ ഓരോ കാര്യവും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ശരി തെറ്റുകൾ, ഹലാല് ഹറാമുകൾ സൂക്ഷിച്ചുകൊണ്ടാണ് സഞ്ചരിച്ചതെങ്കിൽ അതിനെ മുറുകെ പിടിക്കുവാൻ നമ്മൾ തയ്യാറായാൽ പുണ്യ റസൂലിനെ സ്നേഹിച്ച, മഹബ്ബത്തുർ റസൂൽ വെച്ച ഹുബ്ബുർ റസൂൽ പൂർണ്ണമായി നടപ്പിലാക്കിയ യഥാർത്ഥ പ്രവാചക സ്നേഹികൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തും. ആ രൂപത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അനുഗ്രഹീതമായ സ്വർഗീയ ഭുവനത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.